മഴക്കാലത്ത് നമുക്ക് കൂടുതൽ മെയിൻ പ്രശ്നം നമ്മളെപ്പോഴും വെള്ളമായിട്ട് കണ്ടാമിനേറ്റഡ് ആണ്. അപ്പം ഈ സമയത്ത് നമുക്ക് കൂടുതലും കാലിലൊക്കെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസും അതേപോലെ പറഞ്ഞ പോലെ അണുക്കളൊക്കെ നമ്മുടെ ദേഹത്ത് ഒത്തിരി ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. നമുക്ക് എങ്ങനെയാണ് സാർ ഒരു സെൽഫ് ഡിഫെൻസീവ് സിസ്റ്റം നമുക്ക് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? ശരിയാണ്. മഴക്കാലത്ത് പ്രത്യേകിച്ച് നനവ് ഞാൻ നേരത്തെ പറഞ്ഞാൽ കൂടുതൽ നമുക്ക് ഒഴിച്ചു കൂടാനും പറ്റത്തില്ല. ബൈക്കിൽ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും പല പ്രാവശ്യമായിട്ട് ആൾക്കാർ വഴിയിലൊക്കെ കയറി നിൽക്കുന്നതൊക്കെ കാണാം. അപ്പോൾ അവസാനം നനവിനൊരു കുറവൊന്നും കാണത്തില്ല. ചെരുപ്പും നനഞ്ഞ്, ഷൂസും നനഞ്ഞ്, ഈവൻ അണ്ടർ ഗാർമെൻറ്റ് വരെ നനഞ്ഞായിരിക്കും ഒരു സ്ഥലത്തൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കൂടുതൽ വറിയേണ്ട അതിനകത്തൊന്നും ഇൻഫെക്ഷൻ കിട്ടുന്നത് നേരിട്ട് ബാക്ടീരിയ കയറി എന്നുള്ളതിനേക്കാളും നേരത്തെ പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് നമുക്ക് എലിപ്പനി പോലെയുള്ള അസുഖങ്ങൾ പിടിക്കാം. പക്ഷേ നമ്മൾ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ എന്തെങ്കിലും വെള്ളം തെറിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എലിപ്പനി കിട്ടാനുള്ള സാധ്യത കുറവാണ്. അത് കൂടുതലും നമുക്ക് കാലിലൊക്കെ മുറിവോ അല്ലെങ്കിൽ തൊലി പൊട്ടിയിരിക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞാലും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന പോലെ നമ്മൾ പാടത്ത് അല്ലെങ്കിൽ ഈ ഡ്രെയിനേജ് വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളം ശരിയാക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ വെള്ളം കയറി നിറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഡ്രെയിൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് സാധാരണക്കാർ കൂടുതലും വെള്ളത്തിൽ ഇറങ്ങേണ്ടി വരുന്നത്. അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് പണിയുന്ന ആൾക്കാർ, ഇവർക്കൊക്കെയാണ് നനവ് കാരണമുള്ള പ്രശ്നം വരുന്നത്. അതിൽ എലിപ്പനി കിട്ടാനുള്ള സാധ്യത കൂടുതൽ. എന്നാൽ എല്ലാവർക്കും ഉണ്ടാവാവുന്ന സംഭവം ഈ നനഞ്ഞ കാലും കൊണ്ട് എവിടെയെങ്കിലും കയറി നിൽക്കുക, കുറേ നേരം നനവ് നിന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തൊലി ഭയങ്കര സോഫ്റ്റായിട്ട് അതുവഴി ഇൻഫെക്ഷൻ കയറാനുള്ള സാധ്യത. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡയബറ്റീസ് ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ വിരലിനിടയിൽ സാധാരണ വെള്ളത്തിൽ നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ സൂക്ഷിക്കാതെ നിൽക്കുന്നവർക്കോ വിരലിനിടയിൽ എപ്പോഴും നനവ് കാണും. കാലിൻ്റെ വിരലിനിടയിലും പാദത്തിനിടയിലും എപ്പോഴും നനവ് കാണും. അവിടെ ഈ പൂപ്പൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുവഴി ഇൻഫെക്ഷൻ, ബാക്ടീരിയ കയറിയിട്ട് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നനയുന്നത് നമുക്ക് എപ്പോഴും ഒഴിവാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നനഞ്ഞു കഴിഞ്ഞാൽ അത് ഡ്രൈ ആയി തന്നെ തിരിച്ച് സൂക്ഷിക്കാൻ നോക്കുന്നതിലാണ് നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾ പ്രതിരോധിക്കാൻ പറ്റുക.